ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സാബീസ് ക്രിയേഷൻസ് കേക്ക്സ്. ഇന്ന് നമുക്ക് 2 കേക്കാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്യാനുള്ളത്. ഒന്ന് ലോട്ടസ് ബിസ്കഫും ഒന്നൊരു സ്ട്രോബെറി ആൻഡ് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ലോട്ടസ് ബിസ്കഫ് കേക്ക് എപ്പോൾ നമ്മളിങ്ങനെ എടുത്താലും ഈ ഒരു ലോട്ടസ് ബിസ്കഫിൻ്റെ സ്പ്രെഡ് നല്ലോണം ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഡ്രിപ്സൊക്കെ കൊടുക്കാനും അതുപോലെ ഫില്ലിംഗ് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യൽ. പക്ഷേ ക്ലൈമറ്റ് നല്ല മഴയും നല്ല തണുപ്പും ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഡ്രിപ്സ് കിട്ടിയില്ല കേട്ടോ. ഓൾറെഡി കസ്റ്റമർ ഷെയർ ചെയ്ത് തന്നതിൽ ഇതുപോലെ ഡ്രിപ്പാണ് മോഡൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഡ്രിപ്പ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ആ ഡ്രിപ്സ് എല്ലാം ഫിനിഷാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടോപ്പിലും ഇതുപോലെ തന്നെ ഫുള്ള് ഈ ഒരു ലോട്ടസ് ബിസ്കഫിൻ്റെ സ്പ്രെഡ് തന്നെയാണ് കേട്ടോ കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഡ്രിപ്പ് കറക്റ്റായി കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മോഡൽ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ഭംഗിയില്ല ഈ ഒരു മോഡൽ ചെയ്തത്. അപ്പം ഈ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ സ്പ്രെഡ് ആക്കിയിട്ട് ആ ഒരു വേറൊരു മോഡലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ അത് ഭയങ്കര നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇൻ കേസ് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതും റെഡി ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഞാനത് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ ഈ ഒരു സ്പ്രെഡിനെ ഒന്നും കൂടി മെൽറ്റ് ചെയ്തിട്ട് ആ ഒരു മോഡൽ തന്നെ ചെയ്യും. ഈ ഒരു മോഡൽ എനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മോഡൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ ടോപ്പിൽ കുറച്ച് ലോട്ടസ് ബിസ്കഫിൻ്റെ ബിസ്ക്കറ്റും കൂടി കൊടുത്തിട്ട് പിന്നെ ബേബീൻ്റെ നെയിമും കൊടുത്തിട്ട് ഈ ഒരു കേക്കിൻ്റെ വർക്ക് ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള മോഡലാണ് കേട്ടോ. നോർമലി നമ്മൾ ചെയ്യുന്ന ലോട്ടസ് ബിസ്കഫിൻ്റെ ആ ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു കേക്കിന് പറഞ്ഞിട്ടുള്ളത്. ചില കസ്റ്റമേഴ്സ് ചോദിക്കലുണ്ട് ലോട്ടസ് ബിസ്കഫൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഈ ഒരു ലോട്ടസ് ബിസ്കഫിൻ്റെ കേക്ക് അതുപോലെ ചോക്ലേറ്റ് കേക്ക് ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു ഒതൻറ്റിക് മോഡൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇതിൻ്റെ ഔട്ട് സൈഡും ഈ ഒരു ഫില്ലിങ് തന്നെയാണ് വരുന്നത്. അപ്പം ബെറ്റർ എനിക്ക് തോന്നുന്നത് ഇതൊന്നും കസ്റ്റമൈസ്ഡ് കേക്ക്സിലേക്ക് യൂസ് ചെയ്യാത്തതാണ്. പിന്നെ ഡിപ്പെൻഡാണ് കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇപ്പോൾ അവർക്കത് ഫ്ലേവർ അതാണ് വേണ്ടത്, പക്ഷേ കസ്റ്റമൈസ്ഡ് കേക്കാണ് വേണ്ടതെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് കേക്കിൻ്റെ വർക്ക് അവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇത് സ്ട്രോബെറി ഫില്ലിങ്ങിൽ അതുപോലെ തന്നെ ഫെററോ റോഷറും ചോക്ലേറ്റും ഒക്കെ കൊടുത്തിട്ട് ഒരു നേക്കഡ് കേക്കാണ് കേട്ടോ. കസ്റ്റമറിൻ്റെ ചോയ്സിനനുസരിച്ച് തന്നെ ചെയ്ത് കൊടുത്തൊരു കേക്കാണ്. ഇതിൽ കുറച്ച് ഫെററോയും അതുപോലെ സ്ട്രോബെറീസും കൊടുത്തിട്ട് ഈ ഒരു കേക്കിൻ്റെ വർക്ക് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. സ്ട്രോബെറിയും ഫെററോൻ്റെ ചോക്ലേറ്റും ആണ് കൊടുക്കുന്നത്. ഫില്ലിങ്ങും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ സ്ട്രോബെറീസ് കൊടുത്തിട്ട് പിന്നെ ചോക്ലേറ്റ് ഗനാഷും ഇത് രണ്ടും കൊടുത്തിട്ട് ഇതുപോലൊരു നേക്കഡ് മോഡലാണ് കസ്റ്റമർ നമുക്ക് റെഫറൻസ് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം ആ ഒരു സെയിം മോഡലിൽ തന്നെയാണ് ഈ ഒരു കേക്കും കൂടി ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും ഒരു കസ്റ്റമറിൻ്റെ ഓർഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കേക്കും ഒപ്പരം തന്നെ ഇവിടെ വർക്ക് ചെയ്ത് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പം സാബീസ് ക്രിയേഷൻസ് കേക്ക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാത്തവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബേക്കേഴ്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.